JRCM എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിയായ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നത്. ഒരുപാട് അവസരങ്ങൾ ഈ പ്ലാറ്റ്ഫോമിലേക്ക് എനിക്ക് കിട്ടിയിരുന്നു. ഒരുപാട് ഇതുപോലെ സുമാ മാഡവും സുരാജ് സാറും ഈ പ്ലാറ്റ്ഫോമിൽ കേരള റോസസിൽ പ്രോഗ്രാം അവതരിപ്പിക്കാനായിട്ട്. അപ്പോഴൊക്കെ ഞാൻ മെഡിക്കൽ ഷോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ജോലിയുടെ സമയം എനിക്ക് 4 മണി തുടങ്ങി 9 മണി വരെയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രോഗ്രാമുകളൊന്നും ഈ സൂം പ്ലാറ്റ്ഫോമിൽ എനിക്ക് തരാനായിട്ട് സാധിച്ചിരുന്നില്ല. പക്ഷെ ഇതിപ്പോൾ എനിക്ക് 2ാമത്തെ പ്രാവശ്യമാണ് എനിക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചത്. അതുപോലെ തന്നെ ഇനി വീട്ടിലിരുന്നു കൊണ്ട് സൂം പ്ലാറ്റ്ഫോം ചെയ്യുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇരിക്കുന്നവരെ മുഖത്തോട് മുഖം നോക്കി എനിക്ക് ഈ പ്രോഗ്രാമായിട്ട് അവതരിപ്പിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. ഒരുപാട് സന്തോഷം. അപ്പൊ നിങ്ങളും സന്തോഷത്തിലായിരിക്കും അല്ലെ? ഒരുപാട് പേരെ ഇതുപോലെ ഒരു റൂമിൽ ഇരുന്ന് എല്ലാവരും കാണാനായിട്ട് സാധിക്കുമ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ് ഞാൻ. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് വത്സ സുഭാഷ്. വീട് പുത്തഞ്ചിറയിലാണ്. പുത്തഞ്ചിറയിലെ ഗ്രേറ്റ് ലീഡറും സ്റ്റാർ അച്ചീവറുമായ സുഭാഷ് സാറിന്റെ വൈഫാണ്. ഏകദേശം 3 വർഷത്തോളമായി ആർസിഎം എന്ന പ്രസ്ഥാനത്തിൽ വന്നിട്ട് ഞങ്ങൾ ഈ മഹനീയ പ്രസ്ഥാനം എന്ന് തന്നെ പറയാം. ഈ പ്രസ്ഥാനമല്ല, നന്മ. ഇത് ഞങ്ങളെ പരിചയപ്പെടുത്തിയത് ടെക്നിക്കൽ അച്ചീവറും നമ്മുടെ എല്ലാം ഗുരുവും എൻ്റെ മെന്ററുമായിട്ടുള്ള സുരാജ് സാറും സുമ മാഡവുമാണ്. അവരെയും കുടുംബത്തെയും ഈ നിമിഷം ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ ഒരുപാട് ആയുർവേദ മരുന്നുകൾ കഴിച്ച് മരുന്നുകളുടെ ലോകത്തിലൂടെ കുഴമ്പും മരുന്നുകളും ഇല്ലാതെ ഒരു ദിവസം പോലും കടന്നു പോകാത്ത അവസ്ഥയിലൂടെയാണ് ഞങ്ങൾ കടന്നു വന്നപ്പോഴാണ് ആർസിഎം എന്ന നന്മ ഞങ്ങളുടെ കൈകളിലേക്ക് കിട്ടിയത്. ആ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആരോഗ്യം കിട്ടി. ആ ആരോഗ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ ആർസിഎം എന്ന നന്മ ഞങ്ങളുടെ കൈകളിലേക്ക് വെച്ച് തന്ന സുരാജ് സാർ ഞങ്ങളോട് പറഞ്ഞു, ഇതിലൂടെ ആരോഗ്യം മാത്രമല്ല സുഭാഷ് സാർ ലഭിക്കുന്നത്, ഇതിലൂടെ നമുക്കൊരു വരുമാനവും നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇതിലൂടെ വിജയിക്കാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന് മനസ്സാലെ നെഞ്ചോട് ചേർത്തുകൊണ്ട് സുഭാഷ് സാർ അതിനെ ഏറ്റെടുക്കുകയും ഇന്ന് നല്ല രീതിയിൽ നല്ലൊരു ടീമിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇന്ന് സ്റ്റാർ അച്ചീവറായിട്ട് നിൽക്കുന്നു. ഞാൻ ഒരു മെഡിക്കൽ ഷോപ്പിൽ ജോലി ചെയ്യുകയാണെങ്കിലും സുഭാഷ് സാർ കൃഷിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിരുന്നാൽ തന്നെ ഒരു എക്സ്ട്രാ വരുമാനവും ഞങ്ങൾക്ക് വേണ്ടിയിരുന്നു. ഞങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചിരുന്നു. അപ്പോഴാണ് സുരാജ് സാർ ആർസിഎം എന്ന നന്മ ഞങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചു തന്നത്. അത് വളരെ നല്ല രീതിയിൽ ഞങ്ങളത് അതിലൂടെ മുന്നോട്ട് പോകും. ഇന്ന് എന്നും സന്തോഷത്തിന്റെ ദിവസങ്ങളാണ്. അല്ലെങ്കിൽ എന്നും മരുന്നുകളുടെ ഉള്ളിലൂടെയാണ് ഞങ്ങൾ ഓരോ ദിവസവും കഴിച്ചു കൂട്ടിക്കൊണ്ടിരുന്നത്. ഇന്ന് വളരെയേറെ സന്തോഷത്തോടു കൂടി യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ആരോഗ്യത്തോടു കൂടി ഇന്ന് നമുക്ക് ആർസിഎമ്മിലൂടെ ജീവിക്കാനായിട്ട് സാധിക്കുകയാണ്. അതിനെങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല സുരാജ് സാറിനോട്. അതോടൊപ്പം തന്നെ ഈ ഞങ്ങൾ വന്ന് ആദ്യം തന്നെ ബിസിനസ്സായി ആരോഗ്യം കിട്ടി, നമുക്കത് വിശ്വാസമായി. ആ വിശ്വാസത്തോടൊപ്പം തന്നെ ആ ഉൽപ്പന്നങ്ങൾ നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ഓരോ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുകയും സൂപ്പർ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുകയും അതെല്ലാം ചെയ്ത് കൊണ്ടിരിക്കുമ്പോഴാണ് സുരാജ് സാറ് തന്നെ പറഞ്ഞത് നമുക്ക് കമ്പനി കാണാനൊരു അവസരമുണ്ട് എന്ന്. ആ സമയത്തെല്ലാം ഞങ്ങൾ പാർട്ട് ടൈം ആയിട്ടാണ് ഞങ്ങൾ ആർസിഎം ചെയ്തുകൊണ്ടിരുന്നത്. കമ്പനി കാണാൻ ഒരു അവസരം ഉണ്ടെന്ന് കേട്ടപ്പോൾ കമ്പനി കാണാനായിട്ട് ഞങ്ങൾ കിട്ടിയ അവസരം പാഴാക്കാതെ ഞങ്ങൾ കമ്പനി കാണാനായിട്ട് പോയി. ഞാനും സുഭാഷ് സാറും കമ്പനി കണ്ടു, കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ കണ്ടു, TCG നേരിട്ട് കാണാനായിട്ടുള്ള അവസരം കിട്ടി. ഒരു കമ്പനിയുടെയും കമ്പനി മാനേജർ നമുക്ക് നേരിട്ട് കാണാൻ, TCGയോട് സംസാരിക്കാനും അദ്ദേഹത്തെ നേരിട്ട് കാണാനും ഇതിനെല്ലാം ഒരു അവസരം കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ആർസിഎം എന്നതൊരു നന്മയാണെന്നും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് കൊണ്ട് ഈ കമ്പനി അടുത്തെങ്ങും പൊളിയുകയില്ലെന്നും അതെല്ലാം ഉറച്ച വിശ്വാസത്തോടു കൂടി ഞങ്ങൾക്ക് മനസ്സിലായപ്പോൾ ഞങ്ങൾ നെഞ്ചോട് ചേർത്തു ആർസിഎം എന്ന നന്മയെ. ഞങ്ങൾ കമ്പനി കണ്ടു, നാട്ടിലെത്തി. ആ ഒരു കമ്പനിയെ കണ്ട ആ ഒരൊറ്റ വിശ്വാസത്തോടു കൂടി സുഭാഷ് സാർ കൃഷി എന്ന് ഞങ്ങളുടെ ഉപജീവനമാർഗമായിരുന്നു കൃഷിയെ അവസാനിപ്പിച്ച് നേരിട്ട് ഫുൾ ടൈമായി സുഭാഷ് സാർ ആർസിഎമ്മിനെ ഏറ്റെടുത്തു. അന്നും ഇന്നും ആർസിഎം ഏറ്റെടുത്തത് കൊണ്ട് ഇന്നും വിജയിച്ചു കൊണ്ടിരിക്കുന്നു. ഞങ്ങള്
ആ ആർസിഎം എന്ന മഹാപ്രസ്ഥാനത്തെ നെഞ്ചിലേറ്റിയത് കൊണ്ട് തന്നെ നമുക്ക് ഇതിലൂടെ വിജയിക്കാനായിട്ടുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ആ വിശ്വാസമാണ് നമുക്ക് എന്നും ആർസിഎം എന്ന നന്മയിൽ വേണ്ടത്. എന്നും ഏതും ആദ്യം അവനവനിൽ തന്നെ വിശ്വസിക്കുക. അവനവനിൽ തന്നെ വിശ്വസിക്കുമ്പോൾ അവനവന് ഒരു മാറ്റം വരുത്തിയെടുക്കണം. ആർസിഎമ്മിലുള്ള ഓരോ ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ ജീവൻ തുടിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ ആർസിഎം എന്ന നന്മയെ മുന്നോട്ട് നയിക്കുന്നത്. ആ ഉൽപ്പന്നങ്ങൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അത് എത്തിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു തൃപ്തിയോടൊപ്പം തന്നെ നമുക്ക് അവർക്ക് ഒരു ജീവിതം കൂടി നമുക്ക് ഇതിലൂടെ നൽകുവാനായിട്ട് നമുക്ക് സാധിക്കും. അതിനാദ്യം ചെയ്യേണ്ടത് നമ്മളിൽ മാറ്റം വരുത്തുക. ഞാനൊരു മെഡിക്കൽ ഷോപ്പിൽ ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് ഈ ഉൽപ്പന്നങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇടനിലക്കാരും പരസ്യക്കാരും ഇല്ലാത്ത ഈ ഉൽപ്പന്നങ്ങൾ നമ്മൾ നേരിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ, മെഡിക്കൽ ഷോപ്പിൽ ജോലി ചെയ്യുന്ന ഞാൻ പറയുകയാണ്, എനിക്ക് ആ ഉൽപ്പന്നങ്ങൾ മറ്റുള്ളവരുടെ കയ്യിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല, എന്നെ കൊണ്ടാവില്ല എന്നൊന്നും ഇതിൽ പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഇതിനൊരു പരസ്യമില്ല, ഇടനിലക്കാറില്ല, മറ്റുള്ളവരുടെ മനോഭാവം എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഇത് നമ്മൾ എത്തിച്ചേ പറ്റൂ. ആർസിഎം പറയുന്നത് അത് തന്നെയാണ്. ഈ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതിന് നമ്മളിൽ മാറ്റം ഉണ്ടാക്കിയത്, നമ്മൾ മാറിയാൽ മാത്രമാണ്, നമ്മളിലുള്ള മനോഭാവം മാറ്റിയാൽ മാത്രമാണ് നമുക്ക് ആർസിഎമ്മിൽ വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന് ആദ്യം വേണ്ടത് നമുക്ക് വിശ്വാസമാണ്. ആ വിശ്വാസത്തിനായിട്ട് ഞങ്ങൾ കമ്പനി കണ്ടു, കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ കണ്ടു, കമ്പനിയുടെ MD കണ്ടു. ഇവരെ എല്ലാവരെയും നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ആ വിശ്വാസം ഞങ്ങൾ ഊട്ടിയുറപ്പിച്ചു, ഞങ്ങളത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് എന്നും വേണ്ടത് ഒരു വിശ്വാസമാണ്. ഈ വിശ്വാസത്തോടൊപ്പം നമുക്ക് വിജയവും നമുക്ക് കൈവരിക്കാനായിട്ട് സാധിക്കും. ആ വിജയത്തിന് നമ്മൾ കൈയെത്തിപ്പിടിക്കേണ്ടത് നമ്മുടെ വിജയിച്ചു നിൽക്കുന്ന നമ്മുടെ ലീഡർമാരെയാണ്. നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് എല്ലാവരും തന്നെ നമ്മുടെ കൈകളിൽ കൂട്ടിപ്പിടിക്കുമ്പോൾ നമ്മൾ ആ കൈ വിടിയിക്കാതെ ലീഡേഴ്സിന്റെ കയ്യിൽ മുറുകെ പിടിക്കുകയാണെങ്കിൽ നമുക്ക് ഏതറ്റം വരെ എത്താനായിട്ട് സാധിക്കും. വിജയിച്ചു നിൽക്കുന്ന ലീഡർമാരെ കാണണമെങ്കിൽ നമ്മൾ പ്രോഗ്രാമുകളിലേക്ക് പോകണം. പ്രോഗ്രാമുകളിലാണ് നമുക്ക് വിജയിച്ച ലീഡേഴ്സിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കും വിജയിക്കാം. ഏതൊരു സാധാരണക്കാരനെയും അസാധാരണക്കാരനാക്കാൻ പറ്റാവുന്ന ഒരു ഉന്നത പ്രസ്ഥാനം, ഒരു മഹാപ്രസ്ഥാനം, ഒരു നന്മയുള്ള ഒരു മഹാപ്രസ്ഥാനമാണ് നമ്മുടെ ആർസിഎം എന്ന് പറയുന്നത്. അതിനുള്ള നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന വ്യക്തികളാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും, ഈ കമ്പനിയെ നമുക്ക് ചേർത്ത് പിടിക്കുകയാണെങ്കിൽ ഏതൊരു ലെവലിലേക്കാണോ നമുക്ക് എത്താനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് അവിടേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. അതിനാദ്യം വേണ്ടത് നമ്മുടെ മനസ്സിലൊരു തീ ഉണ്ടാകണം. നമ്മൾ വിജയിച്ച് അടങ്ങുക എന്നുള്ള ഒരു തീ നമ്മുടെ മനസ്സിലുണ്ടാവുകയാണെങ്കിൽ അവിടേക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് സാധിക്കും. ആ തീ നമ്മുടെ ഉള്ളിൽ നിന്നും മനസ്സിൽ നിന്നും നമുക്ക് ഉണ്ടായാൽ മാത്രമേ നമുക്ക് അവിടേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ മനസ്സിൽ തീ ഉണ്ടാവണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് റിട്ടേൺ ഗോളാണ്. ആ റിട്ടേൺ ഗോൾ ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്നും എനിക്ക് ആ ഗോൾ എന്ത്, ആ ലക്ഷ്യം ഞാൻ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ പുസ്തകം ഞാൻ വായിക്കും. ആ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ആ വാക്ക് ഞാൻ വായിക്കുമ്പോൾ ഇന്ന് എനിക്ക് ആ സമയത്ത് ഞാൻ കണ്ടിരിക്കുന്ന എന്റെ സ്വപ്നത്തിന്റെ, ആ സമയത്ത് ഞാൻ ഇരുന്ന ആ ഡ്രസ്സിന്റെ കളർ വരെ ഞാൻ ഇന്ന് എന്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്നു. ഞാനത് വായിക്കുന്നു, ഞാനത് അവിടേക്ക് എത്തിച്ചേരും. ആ സമയത്ത് എന്റെ ലുക്ക് എന്തെന്ന് പറഞ്ഞ് എന്റെ മനസ്സിലുണ്ട്. അവിടേക്ക് ഞാൻ എത്തിച്ചേരും. അതെന്റെ ഉള്ളിലെ തീക്ഷ്ണമായിട്ടുള്ള ഒരു വിജയം. അവിടേക്ക് എത്തിച്ചേരാനായിട്ട് എനിക്ക് സാധിക്കുമെന്ന് 100% ഉറപ്പോട് കൂടി ഞാൻ പറയുന്നു. അതിലേക്ക് എത്തും. അതിന് നമുക്ക് വേണ്ടത് ക്ഷമയാണ്. ആ ക്ഷമയോട് കൂടി വേണം നമുക്ക് അതിലേക്ക് എത്തിച്ചേരാൻ. ഓടിച്ചെന്നാലൊന്നും നമുക്ക് അതിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കില്ല. പക്ഷെ ആ ക്ഷമയോട് കൂടി നിലനിന്നാൽ, ഇപ്പൊ നമ്മൾ ഒരാളോട് ഇതിനെ കുറിച്ച് ആർസിഎം നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾക്ക് പറയാൻ സാധിക്കും, അവർക്ക് 1000 വരുമാനം കിട്ടും, 2000 വരുമാനം കിട്ടും. ആ വരുമാനം കിട്ടുമ്പോൾ ഓടിച്ചെന്ന് അപ്പോൾ തന്നെ നമുക്കത് കിട്ടില്ല. അതിന് ക്ഷമയോടുകൂടി നമുക്ക് നിലനിൽക്കാൻ സാധിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് അവിടേക്ക് എത്തിച്ചേരാനായിട്ടുള്ളത്. ആ പോകുന്ന വഴിയിലൂടെ കുറെ പ്രതിസന്ധികൾ ഉണ്ടാവും, കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞതായിരിക്കും. പക്ഷെ ഒരിക്കലും നമ്മൾ അതിലേക്ക് തിരിഞ്ഞു നോക്കാനായിട്ട് ഇടവരും. തിരിഞ്ഞു നോക്കിയാൽ അവിടെ നമ്മൾ നിന്ന് പോകും. ഒരിക്കലും തിരിഞ്ഞു നോക്കാതെ നമ്മൾ മുന്നോട്ടേക്ക് തന്നെ പോകണം. ആ മുന്നോട്ട് പോകുന്ന ആ വഴികളിൽ നമ്മൾ ആ വിജയം അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ അവിടേക്ക് തിരിഞ്ഞു അപ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു സുഖമായിരിക്കും. അപ്പോൾ നമ്മൾ എന്താണോ നമ്മൾ നമ്മുടെ മനസ്സിൽ നിശ്ചയിച്ചിരിക്കുന്നത് ആ ഗോളിലേക്ക് എത്തുന്നത് വരെ നമ്മൾ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. നിരന്തരം പഠനത്തിന്റെ ഒരു കളരി തന്നെയാണ് നമ്മുടെ ആർസിഎം എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്ക് പഠിച്ചുകൊണ്ടിരിക്കണം. പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ പരിശ്രമവും നടത്തിക്കൊണ്ടിരിക്കണം.
എന്നാൽ മാത്രമാണ് നമ്മൾ അവിടേക്ക് എത്തുകയുള്ളൂ. ഈ നമ്മളുടെ ആ വിജയത്തിലൂടെ നടന്നു പോകുമ്പോൾ നമ്മുടെ സംസാരം, നമ്മുടെ ബന്ധങ്ങൾ അതെല്ലാം ഊട്ടി ഉറപ്പിക്കുന്ന വിധത്തിലായിരിക്കണം നമ്മുടെ സഞ്ചാരം. ആ സഞ്ചരിക്കുന്നതിനോടൊപ്പം നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, നമ്മുടെ പെരുമാറ്റം, നമ്മൾ മറ്റുള്ളവരുടെ ബഹുമാനിക്കുന്നത് എങ്ങനെ, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ആ വായിൽ മധുരത്തോടു കൂടി സംസാരിക്കാനായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് അവിടേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മളുടെ വാക്കുകളിൽ നിന്ന് പോലും ഒരു നെഗറ്റീവ് പോലും നമുക്ക് പുറത്തേക്ക് പോകാനായിട്ട് പാടില്ല. നമ്മുടെ ചുറ്റും എന്നും നെഗറ്റീവുകളുടെ ഒരു കൂമ്പാരമാണ്. ആ നെഗറ്റീവുകളുടെ കൂമ്പാരത്തിന് നമ്മൾക്ക് കിട്ടുമ്പോൾ അതിനെ വളച്ചൊടിച്ച് ഒരു പോസിറ്റീവായിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ആ രീതിയിലായിരിക്കണം നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത്. മുന്നോട്ട് പോകുന്ന വഴികളിലേക്ക് ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ പിന്തുടരുന്നുണ്ടാവും. അതിലേക്ക് ഒന്നും തിരിഞ്ഞു നോക്കാതെ നമ്മൾ മുന്നോട്ടേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കണം. ചിലപ്പോൾ ഞാനൊരു ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് അഹങ്കാരം വേണം, ഞാനെന്ന ഭാവം, അതൊന്നും നമുക്ക് ഇതിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പാടില്ല. അഹങ്കാരമേ പാടില്ല. ഞാനെന്ന ഭാവം കളഞ്ഞുകൊണ്ട് തന്നെ വേണം. ഒരു സാധാരണ മനുഷ്യൻ, നമ്മുടെ TCG പറയുന്നത് പോലെ തന്നെ ഒരു സാധാരണ മനുഷ്യൻ, നല്ലൊരു മനുഷ്യനായാൽ മതി. നമ്മൾ മറ്റുള്ളവരിലേക്ക് ഈ നന്മ എത്തിക്കുന്ന നല്ലൊരു മനുഷ്യനായാൽ മാത്രമേ നമുക്ക് ആർസിമിലേക്ക് എത്തുവാനായിട്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഈ ആർസിമിലേക്ക് ലയിച്ചു ചേരുക, ഉൾക്കൊള്ളുക, ഒരു വിഷനോട് കൂടി നമ്മൾ ഇതിലേക്ക് ലയിച്ചു ചേരാനായിട്ട് നമ്മൾ ആർസിമിൽ എങ്ങനെയാണ് നമ്മൾ ലയിച്ചു ചേരേണ്ടത്? നമ്മളുടെ 6 ബേസ്, ആ 6 ബേസ് 8 കോർ സ്റ്റെപ്പും 7 കാർഡിനൽ റൂൾസും ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി, അതോടൊപ്പം നിരന്തര പഠനവും നിർത്താതെയുള്ള പരിശ്രമവും നമ്മൾ ചെയ്തുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെയാണ് നമുക്ക് ഒരു ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറണം. എങ്ങനെയാണ് ഒരു ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തിയാണ്? കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒരു ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തിയായിട്ട് മാറണം. എൻ്റെ ലീഡർ ചെയ്യട്ടെ, അല്ലെങ്കിൽ എൻ്റെ കൂടെ വരുന്ന വ്യക്തികൾ ചെയ്യട്ടെ, അങ്ങനെ ഒന്നും ചെയ്യാതെ ഒരു ഉത്തരവാദിത്തത്തോടു കൂടി നമ്മൾ മുന്നോട്ടേക്ക് നീങ്ങണേ. ഒന്നിനെയും ഒരാളെ അടിച്ചേൽപ്പിക്കാതെ നമ്മൾ സ്വയം ഏറ്റെടുത്ത് എന്തൊരു പ്രവൃത്തിയാണോ നമ്മൾ ചെയ്യേണ്ടത് അത് സ്വയം ഏറ്റെടുത്തുകൊണ്ട് നമ്മളത് ചെയ്യുക. ഒരാളെയും അടിച്ചേൽപ്പിക്കുക, അല്ലെങ്കിൽ നോക്കി നിന്നുകൊണ്ട് നമ്മുടെ വിജയത്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഞാൻ മാത്രം വിജയിക്കും എന്നുള്ളൊരു നിലപാടോട് കൂടി നിൽക്കാതെ ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തിയായിട്ട് മാറാനായിട്ട് നമ്മൾ ശ്രമിക്കണം. നമ്മൾ അതായിട്ട് മാറണം. നമുക്ക് മുന്നോട്ടേക്കുള്ള വഴികളിലേക്ക് നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. നിരന്തരമായി പഠിക്കുക, നിർത്താതെ നമ്മൾ പരിശ്രമിക്കുക. അതിന് നമുക്ക് ട്രെയിനിങ് ക്ലാസ്സുകൾ ഇഷ്ടം പോലെ. എന്നെ ഈ രീതിയിൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിന് മുന്നിൽ ഒരു സൂം മീറ്റിങ്ങിൽ ഇങ്ങനെ 2 വാക്ക് എന്നെ പറയാനായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഈ സൂമിൽ വന്നിരിക്കുന്ന സിനി മേഡത്തിന്റെ, വിനീത മേഡത്തിന്റെ, അതുപോലെ തന്നെ ഒരുപാട് ലീഡേഴ്സ്, സ്റ്റാർ എമറാൾഡ്, നമ്മുടെ ജിഷ മേഡത്തിന്റെ, കലാ മേഡത്തിന്റെ, അവരുടെ ഷോപ്പിൽ നടന്ന, അവരുടെ ആ ആസിം സെന്ററിൽ, കീസോൾ സെന്ററിൽ നടന്ന കീസോൾ ക്ലാസ്സുകളാണ്. ആ ക്ലാസ്സുകളിലൂടെയാണ് ഞാനിങ്ങനെ 2 അക്ഷരം 2 ആളുടെ മുന്നിൽ നിന്ന് പറയാനായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് പറയാനുള്ള എനിക്ക് ധൈര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ട്രെയിനിങ് ക്ലാസ്സുകളാണ്. ഇങ്ങനെ നിർത്താതെയുള്ള പഠനവും നിരന്തരമായ പരിശ്രമവും നമുക്കുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും ഏതൊരു രീതിയിലും നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. അത്തരത്തിലൊരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് TCG നമ്മുടെ കൈകളിലേക്ക് വെച്ച് തന്നിരിക്കുന്ന ആസിം എന്ന ഈ മഹാപ്രസ്ഥാനം. ഒരു സ്ത്രീകൾക്കും ഇതുപോലെ സ്വയം പര്യാപ്തതയിലൂടെ മുന്നോട്ടേക്ക് പോകാനോ, ഇങ്ങനെ നിവർന്നു നിന്ന് 2 കാലം നിവർന്നു നിന്ന് സംസാരിക്കാൻ വേറെ എവിടെയുണ്ട് ഇങ്ങനെ ഒരു മഹാപ്രസ്ഥാനം? എവിടെ നിന്ന് കിട്ടും? ഇത്തരത്തിലൊരു പ്രസ്ഥാനം ഇനിയിട്ട് വരികയുമില്ല, ഇനി വരാനിട്ട് പോകുന്നതുമില്ല. അത്രയുമാണ്. എങ്ങനെയെല്ലാം മനസ്സോട് ചേർത്ത് പിടിച്ചാലും നമുക്ക് ഇത്രയും നല്ലൊരു പ്രസ്ഥാനം ഇനി വരാനില്ല. നമുക്ക് TCGയോട് തന്നെ നമുക്ക് നല്ലൊരു നന്ദി നമുക്ക് പറയാം. അതുപോലെ തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ പഠിക്കണം. പഠിച്ചാൽ മാത്രമാണ് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൽ ജീനിയസ് ആവാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. നമ്മളത് എത്ര നമ്മൾ ശ്രമിച്ചാലും അതിന് വിട്ടു പോകാതെ നിതാന്തമായി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ആ പരിശ്രമത്തിന്റെ ഇടയിൽ നമ്മൾ കാഴ്ചവെക്കേണ്ട ചെറിയ കുറച്ച് കാര്യങ്ങൾ നമ്മൾ വരുമ്പോൾ, ചിലപ്പോൾ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ വേറെ ആരെങ്കിലുമൊക്കെ വരിക. അപ്പോൾ നമുക്ക് തോന്നും നമ്മളെക്കാൾ ശേഷം വന്നവർ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടാവാം.
അവര് നന്നായിട്ട് സംസാരിക്കുന്നു. അപ്പൊ നമ്മൾ അവരായിട്ട് കമ്പയർ ചെയ്യും. ഒരിക്കലും കമ്പയറിങ്ങിന് പോകരുത്. ആരൊക്കെ എന്തൊക്കെ വന്ന് പെർഫോം ചെയ്തോട്ടെ, എന്തെല്ലാം ചെയ്തോട്ടെ, നമ്മൾ കമ്പയർ ചെയ്യരുത്. എനിക്ക് അത് ചെയ്യാൻ സാധിക്കുന്നില്ല, എനിക്ക് ഇത് ചെയ്യാൻ സാധിക്കും, ഒരിക്കലും. അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്ത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവിടെ മുരടിച്ചു പോകും. ഒരിക്കലും കമ്പയർ ചെയ്യാനായിട്ട് പോകരുത്. അതുപോലെ തന്നെയാണ് നമ്മളുടെ കോമ്പറ്റീഷൻ, മത്സരത്തിന് നമ്മൾ ഒരിക്കലും പോകരുത്. മത്സരിക്കാനായിട്ട് അവരെക്കാൾ കൂടുതൽ, എന്നെക്കാൾ കൂടുതൽ കഴിവ് അവർക്കുണ്ടെന്നുള്ളൊരു മനോഭാവത്തോടു കൂടി, ഒരു മത്സര ബുദ്ധിയോട് കൂടി മത്സരിക്കേണ്ടത് അവനവനിലേക്ക് തന്നെയാണ്. അവനവനോട് തന്നെ മത്സരിക്കുക. അവനവനോട് തന്നെ എങ്ങനെ മത്സരിക്കണം? ഇന്ന് സെയിലിൽ പോയി, അയ്യോ എനിക്ക് ഇന്ന് 10 രൂപയുടെ 100 രൂപയുടെ സെയിൽ എനിക്കിന്ന് നടന്നോളൂ, നാളെ എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ സെയിൽ നടത്താനായിട്ട് സാധിക്കണം. അതുപോലെ തന്നെ ഇന്നൊരു ജോയിനിങ് എനിക്ക് ഈ ഒരു മാസം ചെയ്യാൻ പറ്റും, അടുത്ത മാസം എനിക്ക് 3-4 ജോയിനിങ് കൂടി എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കണം. അത്തരത്തിൽ അവനവനിലൂടെ മത്സരത്തിലൂടെ നമ്മൾ അവനവൻ ഡെവലപ്പ് ആവുന്ന രീതിയിലുള്ള അവനവനോട് മത്സരം നമ്മൾ നടത്തുക. അതുപോലെ തന്നെയാണ് കോംപ്ലക്സ്. നമ്മൾ പറയും കോംപ്ലക്സ് ഒരിക്കലും നമുക്ക് പാടില്ല. എങ്ങനെയാണ് ചിലപ്പോൾ നമ്മളുടെ കൂടെ വരുന്നവർക്ക് കുറച്ച് വിദ്യാഭ്യാസം കൂടുതലുണ്ടാവാം, നമ്മളെക്കാൾ നന്നായിട്ട് അതുപോലെ ഇടപഴകാനായിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുമായി നമ്മളിൽ നിന്നും വ്യത്യസ്തമായിട്ട് അവർക്ക് എന്തെങ്കിലും കഴിവുകൾ അവർക്ക് കൂടുതൽ ഉണ്ടായിരിക്കാം. പക്ഷെ അതുമായിട്ട് നമ്മൾ വെച്ച് നമുക്ക് കോംപ്ലക്സ് നമ്മുടെ ഉള്ളിൽ നമ്മൾ വളർത്തിക്കൊണ്ട് വരരുത്. പകരം നമ്മളുടെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ എന്താണോ ആ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നമ്മളെ തന്നെ വളർത്തുക. അതാണ് ഇതിൽ ചെയ്യുന്നത്. എന്നാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ കംഫർട്ട് സോൺ എപ്പോഴും നമ്മൾ ഉപയോഗിക്കണം. എന്ത് കാര്യത്തിലാണോ നമ്മൾ സുഖലോലുപനായിട്ട് ഇരിക്കുന്നത് അതിൽ നിന്ന് നമ്മൾ പുറത്ത് കടക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതിൽ നിന്ന് പുറത്ത് കടന്നാലാണ് നമുക്ക് വലിയ വലിയ വിജയങ്ങൾ നമുക്ക് ഉണ്ടാകുന്നത്. നമ്മൾ ഇരിക്കുന്ന ആ ചുറ്റുവട്ടത്ത് തന്നെ നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ തന്നെ കറങ്ങുക മാത്രമേ ചെയ്യുള്ളൂ. നമുക്ക് ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്കോ ഒരു വിജയത്തിലേക്കോ നമുക്ക് എത്താനായിട്ട്, നമ്മുടെ ഗോൾ നേടിയെടുക്കാനൊന്നും അതുകൊണ്ട് നമുക്ക് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ കംഫർട്ട് സോൺ ഭേദിച്ച് അതിന് പുറത്ത് കടന്നേ നമുക്ക് മതിയാവും. എന്നാൽ മാത്രമാണ് നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് വിജയിക്കാനായിട്ട്, നമുക്ക് ഫാസ്റ്റ് ആയിട്ട് വിജയിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യണം. എന്തിലാണോ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അതിലേക്ക് ഫോക്കസ് ചെയ്ത് തന്നെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതാണ് റിക്രൂട്ട്മെന്റ്. നമ്മൾ എന്നും ഇപ്പോൾ ജോയിനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ദിവസം 2 ആളെ വെച്ച് കാണുകയാണെങ്കിൽ നമുക്ക് 1000 ദിവസം കൊണ്ട് 2000 പേരെ നമുക്ക് കണ്ട് അവരെ പ്ലാൻ പഠിപ്പിച്ച് അവർ ജോയിനിങ്ങിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കുകയാണെങ്കിൽ 3 വർഷം കൊണ്ട്, നമ്മുടെ GK സാറ് പറഞ്ഞതുപോലെ, നമുക്ക് 3 വർഷം കൊണ്ട് നല്ലൊരു അച്ചീവ്മെന്റിലേക്ക് വളരെ വേഗത്തിൽ എത്താനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പൊ ജോയിനിങ് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ 6 ബേസിക്സ് നമ്മൾ പാലിക്കണം. എന്താണ് നമ്മുടെ ബേസിക് നമ്മളെ ചെയ്തേ പറ്റൂ. നമ്മുടെ ഗിരീഷ് സാർ, നമ്മുടെ സ്വപ്നങ്ങളുടെ രാജകുമാരനായ ഗിരീഷ് സാർ എപ്പോഴും പറയും, നമ്മുടെ 6 ബേസിക്സ് എന്ന ചക്രം ഇങ്ങനെ തിരിച്ചുകൊണ്ടേയിരിക്കണം. ആര് വന്നാലും, ഒരു പുതിയ വ്യക്തി വന്നാലും ആളെ പഠിപ്പിക്കുകയും ആൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുകയും ഈ ചക്രം ഇങ്ങനെ കറക്കിക്കൊണ്ടേയിരിക്കണം. 6 ബേസിക്സ് പാലിച്ചാൽ മാത്രമാണ് നമുക്ക് ജോയിനിങ്ങിലേക്ക് എത്താനായിട്ട്. പ്ലാൻ നമ്മൾ എഴുതി തന്നെ കാണിക്കണം. ഒരു ദിവസം 2 പേരെ കാണിക്കുകയാണെങ്കിൽ, അതിലൂടെ നമുക്ക് ജോയിനിങ് വരികയാണെങ്കിൽ, നമുക്ക് ഒരു ദിവസം 2 പേരാണെങ്കിൽ നമുക്ക് നോക്കാം, നമുക്ക് ഒരു 1000 ദിവസം കൊണ്ട് 2000 പേരിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. അതിലൂടെ നമുക്ക് നല്ലൊരു വിജയം നമുക്ക് കൈവരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ജോയിനിങ് എപ്പോഴും വേണം. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന ആ സ്ഥലത്ത് നിന്ന് നമ്മൾ ഒരു പടി അനങ്ങുന്നില്ല, അല്ലെങ്കിൽ ചലിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചോളൂ, നമ്മുടെ ഡെപ്തില് നമുക്ക് ഒരു വാക്കും നടക്കുന്നില്ല. നമ്മൾ എത്ര പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, ഞാനൊരു സ്റ്റാർ അച്ചീവറാണ്, ഞങ്ങൾ ചെയ്യുന്നതാണ് ഞങ്ങൾ ഇവിടെ പറഞ്ഞത്. ഞാൻ സ്റ്റാർ അച്ചീവർ ആണെങ്കിൽ നമ്മുടെ ഡെപ്തിൽ ഇന്ന് ജോയിൻ ചെയ്ത, ഇന്നലെ ഒരു ജോയിൻ ചെയ്ത ഒരു വ്യക്തിയെ പോലും നമുക്ക് അറിയാം. അവരുടെ ഇടയിലേക്ക് നമ്മൾ ഇറങ്ങി ചെന്ന് അവരോട് നമ്മുടെ ഈ പ്ലാൻ എഴുതി കാണിച്ച് കൃത്യമായിട്ട്, ഇതിലൂടെ ഈ ഉൽപ്പന്നങ്ങളിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വരുമാനവും ഇതിലൂടെ നേടിയെടുക്കാൻ പറ്റുന്ന വിജയവും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ, അവരെ മനസ്സിലാക്കി കൊടുക്കാൻ, അതിലൂടെ നമുക്ക് ഇതെല്ലാം പറഞ്ഞ് അവരിലേക്ക് എത്താനായിട്ട്
നമുക്ക് സാധിച്ചത്. ആ വിഷൻ എന്താണെന്ന് അവർക്ക് നമ്മുടെ കമ്പനിയുടെ വിഷൻ എന്താണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ വിജയം തന്നെ. അപ്പോൾ നമ്മൾ എന്നും ജോയിനിങ്ങിലേക്ക് ഫോക്കസ് ചെയ്യുക. മറ്റൊന്നാണ് കൺസിസ്റ്റൻസി. നമ്മുടെ കമ്പനി നമുക്ക് ഒരുപാട് കൺസിസ്റ്റൻസി തന്നിട്ടുണ്ട് അല്ലേ? ആ കൺസിസ്റ്റൻസി ഇന്നിപ്പോൾ പുതിയതായി ജോയിൻ ചെയ്ത ഒരു വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തിന് പോലും നമ്മൾ കൺസിസ്റ്റൻസി പ്ലാൻ എഴുതി വരച്ച് കാണിച്ചു കൊടുത്ത് നമ്മുടെ കമ്പനി നമുക്ക് തന്നിരിക്കുന്ന ബെനിഫിറ്റുകൾ അതെല്ലാം നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ ഫസ്റ്റ് തന്നെ തുടങ്ങുന്ന 1500 കൺസിസ്റ്റൻസി, 2500 സ്ലാബ്, അതുപോലെ തന്നെ 5000 സ്ലാബ്. ആ സ്ലാബിലേക്ക് നമുക്ക് ചിലപ്പോൾ അവര് 500 രൂപയ്ക്കോ 500 PV ഒക്കെ ചെയ്യുന്നവരായിരിക്കാം. എന്നിരുന്നാൽ തന്നെയും അവരെ 1500ലേക്ക് എത്തിക്കാം, അതിൽ നിന്ന് 2500ലേക്ക് എത്തിക്കാം, അതിൽ നിന്ന് അങ്ങനെ ഓരോ സ്ലാബിലേക്ക് നമ്മളെ എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നല്ലൊരു വിജയം നമുക്ക് നേടിയെടുക്കുക. അതോടൊപ്പം തന്നെ അവർക്ക് അവരോട് ആ കൺസിസ്റ്റൻസി പ്ലാനിലൂടെ അവരുടെ ബിസിനസ്സിലേക്ക് നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വരെ നമുക്ക് സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളും നമ്മൾ ഇതിലൂടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കണം. അതുപോലെ തന്നെയാണ് വൈറ്റൽ ലെവൽസ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ജോയിനിങ്ങിലൂടെ മാത്രമാണ് നമുക്ക് വൈറ്റൽ ലെവൽസിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. നമ്മൾ ഡെപ്ത് ബിൽഡ് ചെയ്തെടുത്താൽ മാത്രമാണ് നമുക്ക് വൈറ്റൽ ലെവൽസ് ഉണ്ടാവുകയുള്ളൂ. ആ വൈറ്റൽ ലെവൽസിലൂടെ മാത്രമാണ് നമ്മുടെ ടീം മുകളിലേക്കുള്ള വളർച്ച നമുക്ക്. നമ്മുടെ ടീമിലെ വളർച്ച എവിടെ നിൽക്കുന്നുവോ എന്നാൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, നമ്മുടെ താഴെ അടിത്തട്ടിൽ നമുക്ക് സാർ എപ്പോഴും പറയും, നിങ്ങൾ ഡെപ്തിൽ പണിയെടുത്താൽ മാത്രമാണ് നമുക്ക് മുകളിലേക്കുള്ള വളർച്ച നമുക്ക് ഉണ്ടാക്കിയത്. അപ്പൊ ഏതൊരു സാധാരണക്കാരിലൂടെയുമാണ് ഏതൊരു ബിസിനസ് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നമ്മുടെ ബിഗിനർ, സ്റ്റാർട്ടർ, അതുപോലെ തന്നെ ഓപ്പണർ, ഈഗിൾ എന്നീ ലെവലുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. ആ ബിഗിനർ തുടങ്ങി സ്റ്റാർട്ടറിലൂടെ ഓപ്പണറിലൂടെ ഒക്കെ കടന്നു പോകുന്നു. അവർക്ക് ലഭിക്കുന്ന ആ വരുമാനം നമുക്ക് എഴുതി കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കണം. 1000 രൂപ 2000 രൂപ എന്ന എക്സ്ട്രാ വരുമാനം നമുക്ക് ലഭിക്കും എന്നൊരു സാധാരണക്കാരന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ, പുതിയ ഒരാൾക്കാർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ, അത് മനസ്സിലാക്കി കൊടുക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത്. അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും അവര് ആ ബിസിനസ് ചെയ്യാനായിട്ട് തയ്യാറാണ്. ഇന്ന് എല്ലായിടത്തും തൊഴിലിന് കിട്ടാതെ തൊഴിലിലെ വരുമാനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരുടെയും തൊഴിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൂടെ ഇങ്ങനെയുള്ള വരുമാനങ്ങൾ നമുക്ക് കിട്ടുമെന്ന് നമ്മൾ എഴുതി കാണിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ താഴെ തട്ടിലുള്ളവരെ ഡെപ്ത് ബിൽഡിങ്ങിലൂടെ ഓരോ ബിഗിനറിനെയും സ്റ്റാർട്ടറിനെയും ഓപ്പണർ, ഈഗിള്, അതുപോലെ വിന്നർ തുടങ്ങിയ സ്റ്റാർ അച്ചീവർ വരെ വന്നു കഴിഞ്ഞാൽ അതിലൂടെ കിട്ടുന്ന വരുമാനം കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും അവർ ബിസിനസ് ചെയ്തുകൊണ്ട് അവർ പഠിക്കാനായിട്ട് തയ്യാറാവും എന്നുള്ളതാണ്. പഠിച്ചു കഴിഞ്ഞാൽ ആ ബിസിനസ് പിന്നെ അവരുടേതായ രീതിയിൽ അവർ പഠിച്ച് മറ്റുള്ളവരുടെ ലീഡേഴ്സിന്റെ കൈ പിടിച്ചുകൊണ്ട് ആ ബിസിനസ് നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് അവർ തന്നെ ശ്രമിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ അവരെ പഠിപ്പിക്കാനായിട്ട് അവരെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജീനിയസ് ആയിട്ട് മാറണം. നമ്മൾ പഠിച്ച് ഇപ്പൊ നമ്മുടെ രാജീവ് സാറൊക്കെ പറഞ്ഞു, രാജീവ് സാറൊക്കെ 20% മാത്രമാണ് പഠിച്ചിരിക്കുന്നത് എന്നാണ്. അപ്പൊ നമ്മൾ 1% പോലും പഠിച്ചിട്ടില്ല. അപ്പൊ നന്നായിട്ട് എന്നും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. പഠിച്ച് അത് നമ്മുടെ കൂടെ വരുന്നവരെ പഠിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് സാധിക്കണം. അപ്പോൾ ഏത് നിമിഷവും നമുക്ക് നമ്മുടെ താഴെ എപ്പോഴും ഓരോ അച്ചീവ്മെന്റുകൾ നമ്മൾ വരുത്തിക്കൊണ്ടിരിക്കണം. അതിനായി നമ്മൾ നിരന്തര പരിശ്രമങ്ങൾ നമ്മൾ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെയാണ് ഡെപ്ത് ബിൽഡിങ്, അതുപോലെ തന്നെയാണ് ഡെപ്ത് ബിൽഡിങ്ങും. അപ്പൊ ഈ ഡെപ്ത് ബിൽഡിങ്ങും ഇതുപോലെ തന്നെ ഈ ബിഗിനർ, സ്റ്റാർട്ടിങ്, ഓപ്പണറിലൂടെ ഒക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കണം. അപ്പൊ ഇപ്പോൾ പുതിയ വ്യക്തി വന്നു, ആ പുതിയ വ്യക്തിക്ക് നമുക്ക് ആർസിഎമ്മിനെ കുറിച്ചിട്ട് അറിയില്ല. അവരൊരു ഉൽപ്പന്നം ഉപയോഗിച്ച് ആ ഉൽപ്പന്നത്തിലൂടെയാണ് നമ്മുടെ ആർസിഎമ്മിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പൊ ആ ഉൽപ്പന്നം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ അവർക്ക് ഇപ്പൊ ഒരു അട്ടപ്പൊടി ആയിരിക്കും കൊടുത്തിരിക്കുക. ആ അട്ടപ്പൊടി കൊണ്ട് നമ്മൾ വില വ്യത്യാസം നമുക്ക് അവരെ ഇത് കാണിച്ചു കൊടുക്കുമ്പോൾ അവര് പറയും, ആ അട്ടപ്പൊടി ഇഷ്ടമായി, നിങ്ങൾക്ക് വില കുറവിന് കിട്ടണമെങ്കിൽ നമുക്കൊരു ജോയിൻ ചെയ്താണ്. അത്ര മാത്രമേ അവർക്ക് അറിയുള്ളൂ. നമ്മൾ ശോധ പ്ലാൻ എഴുതി കാണിക്കും, അത് കഴിഞ്ഞിട്ട് പറയും ഇതിന് വില കുറവിന് കിട്ടും. ആ 2 കാര്യം മാത്രമായിരിക്കും ആ ഒരു വ്യക്തിക്ക് അറിവുണ്ടാവണം. അപ്പോൾ അവരോട് നമ്മൾ എന്ത് പറയും, ഇത്തരത്തിലൊരു നമുക്ക് ഇതിലൂടെ ഒരു വരുമാനം കൂടി നമുക്ക് നേടിയെടുക്കാനായിട്ട് ഇതിലൂടെ സാധിക്കും എന്ന് കൂടി നമ്മൾ ആരോട് പറഞ്ഞു കൊടുക്കണം. പുതിയൊരു വ്യക്തിയായാൽ പോലും പറഞ്ഞ്
കൊടുത്തിരിക്കണം. എന്നിട്ട് അവരെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് പതിയെ പതിയെ അവരെ നമ്മുടെ ഫ്രണ്ട്സ് എന്ന ഫോർമുല ഉപയോഗിച്ച് അവരുടെ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ആ ബന്ധങ്ങളിലൂടെ ഫ്രണ്ട്സ് എന്ന ഫോർമുലയിലൂടെ നമുക്ക് അവരുടെ റെഫറൻസ് ആദ്യം നമ്മൾ അവരുടെ റെഫറൻസിലൂടെയാണ് വർക്ക് ചെയ്യേണ്ടത്. റെഫറൻസിലൂടെ വർക്ക് ചെയ്ത് അവരുടെ ബന്ധുക്കളിലേക്കും അവരുടെ അതുപോലെ തന്നെ റിലേറ്റീവ്സിലേക്കും ഒക്കെ നമ്മൾ കഴിയുമ്പോൾ പിന്നെ അവർക്ക് പുറത്തേക്ക് പോകുവാനായിട്ട് പിന്നെ ഞാനിപ്പോൾ പഠിച്ചു കുറച്ച് നാള് ഉൽപ്പന്നങ്ങൾ കൊടുത്തു, എന്റെ ബന്ധുക്കൾ കഴിഞ്ഞു, കൂടപ്പിറപ്പുകൾ കഴിഞ്ഞു. അതെല്ലാം കഴിയുമ്പോൾ ഈ ബിസിനസിനെ കുറിച്ച് പഠിച്ചവർക്ക് പിന്നെ ഇത് പുറത്തേക്ക് എത്തിക്കാൻ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ളത്. ബന്ധുക്കളും നമ്മുടെ സ്ട്രേഞ്ചേഴ്സ് ഒഴികെയുള്ളവര്, നൈബേഴ്സ്, അയൽവക്കക്കാരൊക്കെ കഴിഞ്ഞു. അവരെല്ലാം കഴിഞ്ഞുമ്പോ പിന്നെ നമുക്ക് പുറത്തേക്ക് കടന്നേ പറ്റൂ. ആസിമിലൂടെ പണം നമ്മുടെ കൈകളിലേക്ക് ഒഴുകി എത്തും എന്ന് കണ്ടാൽ അവർക്ക് പുറത്തേക്ക് ഇറങ്ങാതിരിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർ പതിയെ പതിയെ ഈ ബിസിനസ്സിലൂടെ വളരാനും ഇതിലൂടെ നല്ലൊരു വരുമാനം എനിക്ക് കിട്ടും എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ പതിയെ പതിയെ എന്ത് ചെയ്യും? അവർ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങും. പക്ഷെ ആ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങുന്നതിന് എന്തായിരിക്കും നമ്മളോട് എപ്പോഴും ഒരു താങ്ങും തണലുമായിട്ട് നമ്മുടെ വാക്കുകളും അവർക്ക് ഒരു എന്താ പറയുന്നത്, അവർക്ക് ഇത് ചെയ്യാനുള്ള ഒരു താല്പര്യത്തിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും അവർക്ക് മോട്ടിവേഷൻ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അതോടൊപ്പം തന്നെ നല്ല നല്ല പ്രോഗ്രാമുകളിലേക്ക്, നല്ല നല്ല ട്രെയിനിങ്ങുകളിലേക്ക്, അതുപോലെ തന്നെ വലിയ വലിയ ഹോൾ പ്രോഗ്രാമുകളിലേക്ക് നമ്മൾ അവരെ എത്തിക്കണം. എന്നാൽ മാത്രമാണ് അവർക്ക് എന്ത് മനസ്സിലാവുള്ളൂ, ഇതിന്റെ വിഷൻ മനസ്സിലാവുകയും നമ്മൾ പറയാതെ തന്നെ അവർ ബിസിനസ് പഠിക്കുകയും ആ ബിസിനസ്സിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഒരു ത്വര അവരിൽ ഉണ്ടാവുകയും ചെയ്യും. അവർ പതിയെ പതിയെ അതിന് തയ്യാറാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വിജയത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. നമ്മുടെ കൂടെ അവര് കൂടി ഉണ്ടെങ്കിലോ നമ്മൾ ഒരു നല്ലൊരു ടീമായിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് സാധിക്കും. അതിന് നമ്മൾ അവരുടെ കൈയും ചേർത്ത് പിടിക്കുന്നതോടൊപ്പം നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സിന്റെ കൈകളും ചേർത്ത് പിടിക്കുക തന്നെ വേണം. എന്നാൽ മാത്രമാണ് നമുക്ക് വിജയിക്കാനായിട്ട്. നമ്മളൊരു ടീമായിട്ടാണ് നമ്മൾ എപ്പോഴും മുന്നോട്ടേക്ക് പോകുക. ആ ടീമിലുള്ളവരെ എല്ലാവരെയും കോർത്ത് പിടിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് നമ്മുടെ നല്ല പെരുമാറ്റമായിരിക്കണം. നമ്മളെങ്ങനെയാണോ, നമ്മളെ കണ്ടാണ് നമ്മുടെ കൂടെ വരുന്നവരും നമ്മളെ കണ്ടാണ് അവരും വരുന്നത്. അപ്പൊ നമ്മൾ എന്താണ് പറയുന്നത്, നമ്മൾ എന്താണോ പ്രവർത്തിക്കുന്നത് അത് തന്നെയായിരിക്കും മതി. ഒരിക്കൽ പോലും നമ്മുടെ വായിൽ നിന്ന് ഒരു നെഗറ്റീവ് ടോക്കുകൾ വരികയോ അതുപോലെ തന്നെ ഒരു ലൂസ് ടോക്ക് വരെ, അതായത് പരാതികൾ, ഇതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ ചെയ്താൽ നമ്മൾ ഒരു വാക്ക് പറഞ്ഞാൽ അവർ 10 വാക്കുകൾ പറയാനായിട്ട് ഇടവാക്കും. ഇതൊന്നും ചെയ്യാതെ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാനും നമ്മുടെ ജീവിതം കരുപ്പിടിപ്പിക്കാനായിട്ട് നല്ലൊരു ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് നമുക്ക് ആസിമിലൂടെ സാധിക്കും. അപ്പൊ ഇത്രയും നല്ലൊരു മഹാപ്രസ്ഥാനമാണ് നമ്മുടെ കൈകളിലേക്ക് നമ്മുടെ TCG വെച്ച് തന്നിരിക്കുന്നത്. അപ്പൊ ഇത്രയും നല്ലൊരു പ്രസ്ഥാനം കൈകളിൽ കിട്ടിയപ്പോൾ ഞാനും സുഭാഷ് സാറും ഒരുമിച്ച് തന്നെയാണ് ഇപ്പോഴും സെയിലിന് പോകുന്നതും വർക്കിനും. ഞങ്ങൾ പോകുമ്പോൾ രാവിലെ തന്നെ ഇതിൽ നിന്ന് പോകും. പോകുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ എപ്പോഴും ഒരു ചോറ് പാത്രത്തിൽ കുറച്ച് ചോറൊക്കെ ആയിട്ട് പോകും. പിന്നെ ഞങ്ങൾ വൈകിട്ടേ വരുള്ളൂ. ഞങ്ങൾ സെയിലിന് പോകും. അതോടൊപ്പം ഷോത പ്ലാൻ ചെയ്യാനായിട്ട് ഓരോരുത്തരെ കാണിക്കാനായിട്ട് അത് ചെയ്യും. അതോടൊപ്പം എല്ലാതും ദൂര സ്ഥലങ്ങളിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ദൂര സ്ഥലങ്ങളിൽ പോയിട്ടാണ് ഞങ്ങളുടെ സെയിൽ കാര്യങ്ങൾ എല്ലാതും ചെയ്യുന്നത്. നമ്മളെ കണ്ട് നമ്മുടെ കൂടെ വരുന്നവർ പഠിക്കണം. നമ്മൾ പഠിച്ചു നോക്കുന്നതോടൊപ്പം അവരെ പഠിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അവർക്ക് എന്താണോ പോരായ്മയെന്ന് നമുക്കറിവില്ലാത്ത കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സിനോട് ചോദിച്ച് നമ്മൾ പഠിക്കുക തന്നെ വേണം. നമുക്കെല്ലാം അറിയാമെന്ന ഭാവത്തോടു കൂടി നമ്മൾ ഇരിക്കുക. നമുക്കൊന്നും അറിയില്ല, നമുക്ക് നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ആണ് എല്ലാം പറഞ്ഞു തരുന്നത്. ആ രീതിയിലായിരിക്കണം നമ്മൾ മുന്നോട്ടേക്ക് പോകേണ്ടത്. ആർസിമിലൂടെ വന്നപ്പോ ഞാൻ പറഞ്ഞു, ആരോഗ്യ പ്രശ്നങ്ങളിലൂടെയാണ് ഞാൻ ഇതിലേക്ക് കടന്നു വന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആർസിമിലേക്ക് കടന്നു വരുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ എന്നെ ആകെ പ്രശ്നത്തിലാക്കിയത് എന്റെ കൊറോണയ്ക്ക് ശേഷം വന്ന എന്റെ ശ്വാസമുട്ടാണ്. കൊറോണയ്ക്ക് ശേഷം വന്ന ശ്വാസമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് പേടിയായിരുന്നു. കൊറോണയ്ക്ക് ശേഷമാണ് എനിക്ക് ശ്വാസം മുട്ടല് വന്ന് തുടങ്ങിയത്. പക്ഷെ അത് വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് അച്ഛന് ശ്വാസം മുട്ടുണ്ട്, അപ്പൊ അച്ഛനിൽ നിന്നും എനിക്ക് കിട്ടിയതായിരിക്കും. ഇനി ആജീവനാന്തം ശ്വാസം മുട്ടോട് കൂടി ഇരിക്കേണ്ടി വരുമോ? അച്ഛൻ മരിച്ചത് വയ്യായ്ക കൊണ്ടാണ് മരിച്ചതെങ്കിലും അച്ഛൻ മരിക്കുന്ന സമയത്ത് അച്ഛന് ശ്വാസം മുട്ടൊന്നും ഉണ്ടായിരുന്നില്ല.
പക്ഷെ ഇനി അച്ഛന്റെ ശ്വാസം മുട്ട് എനിക്ക് പകർന്നതാണോ എന്നുള്ള പേടി കണ്ട് കഴിഞ്ഞു കൂടിയ കാലങ്ങളായിരുന്നു. കൊറോണ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ജോയിനിങ്ങിന് ആർസിഎമ്മിൽ ജോയിൻ ചെയ്തത്. അങ്ങനെ വളരെ പ്രശ്നത്തോട് കൂടി എന്ന് പറഞ്ഞാൽ നമുക്ക് ശ്വാസം മുട്ട് ഇങ്ങനെ വരുന്നത് നമുക്ക് അറിയാനായിട്ട് പറ്റും. ചിലപ്പോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാം ഇരിക്കുമ്പോഴായിരിക്കാം വരുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടായിരിക്കുമ്പോഴായിരിക്കും. ഞാനൊരു പച്ചവെള്ളം കുടിക്കില്ല, പച്ചവെള്ളത്തിൽ തല കഴുകില്ല, കുളിക്കില്ല. പച്ചവെള്ളം എനിക്ക് പേടിയായിരുന്നു കൊറോണയ്ക്ക് ശേഷം. എനിക്ക് തൊടുമ്പോ തന്നെ, അതായത് പച്ചവെള്ളം ഞാൻ കുടിക്കില്ല, കുടിച്ചാ പേടിയാ. എന്നും ചൂടുവെള്ളത്തിൽ കുളിക്കണം, ചൂടുവെള്ളം കുടിക്കണം, ചൂടുവെള്ളമേ ഉണ്ടാവും. യാത്ര ചെയ്യുമ്പോൾ ചൂടുവെള്ളം തന്നെ കയ്യിൽ കരുതരുത്. അപ്പൊ അങ്ങനെ ആസിമിൽ വന്നതിന് ശേഷം നമ്മൾ വെള്ളം കയ്യിൽ പിടിച്ചു തുടങ്ങിയത്. പ്രതിക്കുമൊന്നും വെള്ളം കയ്യിൽ പിടിക്കാറില്ല. പക്ഷെ പച്ചവെള്ളത്തിൽ കുളിക്കാനോ പച്ചവെള്ളം കുടിക്കാനോ എനിക്ക് സാധിച്ചു. തല ചൂടുവെള്ളത്തിൽ തല കഴുകിയിരുന്ന വ്യക്തിയാണ് ഞാൻ. അങ്ങനെ കുറെ കാലത്തിന് ശേഷം, അതാണ് ഞാൻ പറഞ്ഞ ആരോഗ്യ പ്രശ്നങ്ങളോട് കൂടി വന്നത് വ്യക്തിയാണ് ഞാൻ. ശ്വാസം മുട്ട് വന്നു, തൈറോയിഡ് പിന്നെ തുടക്കത്തിലായതിന്റെ പേരിൽ ആസിമിൽ ഉണ്ടായിരുന്ന സാഹചര്യത്തിലായാലും പിന്നെ അത് മനസ്സിലാക്കാനും നമ്മുടെ വുമൺ ടാബ്ലറ്റും ഗാമോറോസിനോടും ഇതൊക്കെ കഴിച്ച് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് തുടക്കത്തിൽ തുടക്കത്തിൽ തന്നെ മാറ്റിയെടുത്തു. അപ്പോഴും എനിക്ക് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞത് ശ്വാസമുട്ടായിരുന്നു എന്റെ മെയിൻ വില്ലൻ. ശ്വാസമുട്ട് എങ്ങനെ മാറ്റിയെടുക്കും അറിയില്ല. ആയുർവേദത്തിൽ പോയി കണ്ടു കഴിഞ്ഞപ്പോ ആയുർവേദത്തിലെ ഡോക്ടർ പറഞ്ഞു പച്ചവെള്ളം ഉച്ചയ്ക്ക് ഒരു 11 മണിയാകുമ്പോ ചൂടുവെള്ളത്തിൽ വെറുതെ ഒന്ന് തല കഴുകിയാൽ മതി എന്ന് പറഞ്ഞു. ആയുർവേദത്തിലെ ഡോക്ടർ പറഞ്ഞു. പക്ഷെ നമുക്ക് എവിടെ നമ്മളും യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വേറൊരു വ്യക്തിയുടെ വീട്ടിൽ നമുക്ക് ഒരു ദിവസം തങ്ങേണ്ടി വന്നാൽ നമുക്ക് ചൂടുവെള്ളം കിട്ടണമെന്നുണ്ടോ? നമ്മുടെ സമയത്തിന് കുളിക്കാനൊക്കെ കിടണം. അങ്ങനെ ഒരു പേടി സ്വപ്നമായിട്ടാണ് ശ്വാസം മുട്ട് ഇങ്ങനെ കടന്നുപോയത്. അങ്ങനെയാണ് രാജൻ സാറിന്റെ ക്ലാസ്സുകളിലൂടെ കുട്ടികൾക്ക് ശ്വാസം മുട്ട് മാറുന്ന കിഡ്സിനെ കുറിച്ച് അറിയുന്നതും അത് വലിയവർക്കും ശ്വാസം മുട്ട് മാറ്റും എന്ന് പറഞ്ഞതും. അങ്ങനെ സുഭാഷ് സാർ അപ്പൊ എന്നോട് പറഞ്ഞു, നീ അതൊന്ന് കഴിച്ചു നോക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, കുട്ടികൾക്ക് കൊടുക്കുന്ന സംഭവമാണ്, അത് ഞാൻ കഴിച്ചാൽ എങ്ങനെയാ എനിക്ക് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ പറഞ്ഞു, നീ അത് ഉപയോഗിക്കേ. അപ്പൊ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മാറുമെന്ന് നോക്കാം. പക്ഷെ സത്യത്തിൽ അത് മാറിപ്പോയ കാര്യം ഞാൻ അറിഞ്ഞതേ ഇല്ല. കാരണം സുഭാഷ് സാർ എന്നോട്, അല്ല നീ ഇപ്പൊ അത് പറയണ കേൾക്കാൻ സത്യമായിരുന്നു അത്. കാരണം ഇതിനെ കുറിച്ചിട്ട് മറന്നു തന്നെ പോയി. അതാണ് നമ്മൾ ആർസിഎമ്മിൽ വന്നു കഴിഞ്ഞിട്ട് നീ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ആലോചിച്ച് നോക്കുന്നത്. നമുക്ക് വരുന്ന അസുഖങ്ങളെ കുറിച്ച് നമ്മൾ അറിയില്ല. നമ്മൾ മാറിപ്പോണത് തന്നെ നമുക്ക് അറിയാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പൊ അത്തരത്തിലൊരു മഹനീയ പ്രസ്ഥാനമാണ് ആർസിഎമ്മിൽ. കിഡ്സ് ഉപയോഗിച്ച് പഞ്ചതുളസി, ഇപ്പൊ പഞ്ചതുളസി ഉപയോഗിച്ചിട്ടുള്ള വെള്ളം പച്ചവെള്ളത്തിൽ ഒഴിച്ച് ഇപ്പൊ ഇത്ര കൊടും മഴയായാലും പച്ചവെള്ളത്തിൽ തലയും മേലും കുളിച്ചാൽ എനിക്ക് ഒരു പ്രശ്നമില്ല. അപ്പൊ അത്രയും ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നമ്മുടെ കിഡ്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റ്. നമ്മുടെ പഞ്ചതുളസി, വുമൺ ടാബ്ലറ്റ്, വെജ് ഒമേഗ, ഗാമോറസ്, എനിക്ക് റിസൾട്ട് തന്നിരിക്കുന്ന പ്രൊഡക്റ്റുകളാണ് ഇതെല്ലാതും. ഇപ്പോൾ എനിക്ക് എവിടെ യാത്രയ്ക്ക് പോയാലും എനിക്ക് ഒരു പേടിയില്ല. പച്ചവെള്ളം കുടിക്കാം, പച്ചവെള്ളത്തിൽ കുളിക്കാം, ഐസ്ക്രീം കഴിക്കാം, എന്ത് വേണമെങ്കിലും എനിക്ക്. ഐസ്ക്രീം പോലും എനിക്ക് കഴിക്കാൻ പറ്റില്ല. സാറ് പറയും ഐസ്ക്രീമിൽ എന്താ ഗുണമെന്ന് പറഞ്ഞാൽ, ഐസ്ക്രീം കണ്ടാ കഴിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? ഈ ശ്വാസം മുട്ടുള്ള കാരണം എനിക്ക് അത് കഴിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അന്ന് ദിവസം എനിക്ക് ഉറങ്ങാനായിട്ട് പറ്റില്ല. അത് കാരണം കൊണ്ട് അത് വാങ്ങൂല, ആ പരിസരത്തോടെ എന്നെ കൊണ്ടുപോവുകയും ചെയ്യില്ലായിരുന്നു. ഇപ്പോൾ എത്ര ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അത്രയും വണ്ടർഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അത്. പച്ചമരുന്നുകൾ, 10 തരം പച്ചമരുന്ന്, ചുക്ക് കാപ്പി ഇട്ട് കുടിക്കുന്നത് വരുന്ന സമയത്ത് രാത്രിയിൽ ചൂടുവെള്ളം അരികത്ത് ഫ്ലാസ്കിൽ തിളപ്പിച്ച് വെച്ചിട്ട് വേണം എനിക്ക് കിടന്നുറങ്ങണേ. കാരണം ഒരു രാത്രി ഒരു 1 മണി 2 മണി കഴിഞ്ഞാൽ ആ സംഭവം വന്നു കഴിഞ്ഞാൽ എനിക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല. ചുമച്ച് വളഞ്ഞു കുത്തി അവിടെ കിടക്കണം. അതായിരുന്നു എന്റെ അവസ്ഥ. അതെനിക്ക് മാറിക്കഴിഞ്ഞ പിന്നെ എനിക്ക് എവിടെ വേണമെങ്കിലും പൊക്കൂടെ. അത്രയും നല്ലൊരു പ്രൊഡക്റ്റ് അല്ലേ ഈ പ്രൊഡക്റ്റുകൾ. ഈ ജീവനുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് എന്തിനാ മടിക്കുന്നത്? അതുകൊണ്ട് തന്നെയാണ് എനിക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെക്കാളും കൂടുതൽ വരുമാനം എനിക്ക് ആർസിഎമ്മിലൂടെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആർസിഎം എന്ന പ്രസ്ഥാനം നെഞ്ചോട് ചേർത്തുകൊണ്ട് എന്റെ ജോലി രാജിവെച്ചുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത്. ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ആളുകൾ എന്ത് വിചാരിച്ചോട്ടെ, അവർ പുച്ഛിച്ചോട്ടെ, കളിയാക്കിക്കോട്ടെ, എന്ത് തന്നെ ആയാലും നമുക്കറിയാം നമ്മുടെ പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന്. ആ പ്രശ്നങ്ങൾ എന്തൊക്കെ ആണെങ്കിൽ തന്നെ ഇതെല്ലാം നമുക്ക് ഇതിലൂടെ പരിഹരിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഈ ജീവനുള്ള പ്രൊഡക്റ്റുകൾ, നമ്മൾ മറ്റുള്ള ജീവനുള്ള പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ട് നമ്മൾ 2% മാത്രം ആളുകൾ, പിന്നെ എല്ലാം പ്രൊഡക്റ്റുകൾ സംസാരിച്ചോളൂന്നേ. ആളുകളോട് പ്രൊഡക്റ്റുകൾ സംസാരിച്ച് അതിന്റെ കാര്യങ്ങൾ പറയും. ജീവനുള്ള ഈ പ്രൊഡക്റ്റുകൾ നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ആ ഒരു ചങ്കൂറ്റമാണ് നമ്മൾ നേടിയിരിക്കേണ്ടത്.
ആളുകൾ എന്തൊക്കെ പറഞ്ഞോട്ടെ, അതിനൊന്നും നമ്മൾ ചെയ്തു കൊള്ളാൻ. ഞങ്ങളൊക്കെ എന്തൊക്കെയാ പറയുന്നത്, ആരെന്ത് പറഞ്ഞു, നിനക്ക് നിനക്ക് വേറെ പണിയൊന്നുമില്ല, നിനക്ക് എപ്പോ നോക്കിയാലും ആർസിഎമ്മുള്ള പറയാം. നമ്മള് ശീലിച്ചത് എന്താണ്, ആരോടെങ്കിലും ഒരാളോട് ആർസിഎമ്മിനെ കുറിച്ച് സംസാരിക്കുക, ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് സംസാരിക്കുക. ഇത് ചെയ്താൽ ഇപ്പൊ വുമൺ ടാബ്ലറ്റ് പറഞ്ഞിട്ട് PCOD മാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഇത് കഴിച്ചിട്ടല്ലേ PCOD മാറണം എന്ന് പറഞ്ഞു അവര് പുച്ഛിച്ചു. അവർക്ക് അത് കിട്ടാനുള്ള യോഗം ആയിട്ടില്ലേ. അത് കിട്ടിയ നമ്മളിവിടെ ഉണ്ടല്ലോ, നമ്മൾ ഇനിയും ഇതിന്റെ ഉള്ളിലുണ്ട്. അവരോട് നെഞ്ചു വെച്ച് നിന്ന് പറയാം, ഞങ്ങൾക്ക് കിട്ടിയ ഉൽപ്പന്നം 100% ഒറിജിനലാണ്, ഞങ്ങളിത് ഉപയോഗിക്കും, ഞങ്ങൾക്ക് ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ ഞങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, നിങ്ങൾക്ക് അത് കിട്ടാനുള്ള യോഗം വരും, ആ സമയത്ത് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. നമുക്ക് ധൈര്യമായിട്ട് പറഞ്ഞൂടെ നമ്മുടെ ഉൽപ്പന്നങ്ങളെ കുറിച്ചിട്ട്. അപ്പൊ അവർക്ക് പുറമേ നിൽക്കുന്നവർക്ക് ആർസിഎം അത് പറ്റിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്, ആളുകളിലേക്ക് അത് എത്തിക്കാൻ പറ്റിക്കുന്ന പ്രസ്ഥാനമാണ്, നിങ്ങൾ പറ്റിക്കാനായിട്ട് നടക്കുകയാണ്, ഇതിൽ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ, ഇതിൽ ആളുകളെ പെടുത്താൻ വേണ്ടിയിട്ടല്ലേ, അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടേനെ. അവര് പറയുന്നത് അത് അവർക്ക് ഇതിന് യോഗമായിട്ടില്ല എന്ന് നമ്മൾ വിചാരിച്ചാൽ മതി. പക്ഷെ നമുക്കറിയാം ഈ ഉൽപ്പന്നങ്ങൾ എങ്ങനെയുള്ളതാണെന്നും ഇത് എങ്ങനെയാണ് ആളുകളിലേക്ക് എത്തി, ഇതെന്താണ് നമുക്ക് തരുന്നതെന്നും നമുക്ക് നെഞ്ചോട് ചേർത്തുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്, നമ്മളിത് അനുഭവിക്കുന്നതും. അതിൽ ഓരോ നിമിഷവും നമ്മൾ ഇതിലൂടെ കടന്നു പോകുന്നതും അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് ആർസിഎം എന്ന ഈ നന്മയെ നമ്മൾ നെഞ്ചോടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആർസിഎം എല്ലാം തരും. ഏതെല്ലാം രീതിയിലാണോ നമുക്ക് ആർസിഎം നമ്മളെ സഹായിക്കുന്നത്, ചിലപ്പം ഓരോ നമ്മുടെ ഈ പ്രസ്ഥാനം നമ്മൾ നെഞ്ചേറ്റിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതെല്ലാം രൂപത്തിലാണോ നമുക്ക് ആർസിഎം നമുക്ക് എന്തെല്ലാമാണോ തരുന്നത് നമുക്ക് തന്നെ പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. നമ്മുടെ മൂർത്തി സാർ എപ്പോഴും പറയും, നിങ്ങളൊരു 10 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ആർസിഎം എവിടെയാണ് എത്തി നിൽക്കുന്നതെന്ന് നിങ്ങളൊന്ന് നോക്കൂ. ആ വിഷയം നമുക്ക് കാണാനായിട്ട് സാധിക്കണം. ഇന്നിപ്പോൾ ഇത്രയും ഒരു പ്രൊഡക്റ്റിൽ നിന്ന് തുടങ്ങി ഇത്രയും പ്രൊഡക്റ്റിലേക്ക് ഇത് എത്തി നിൽക്കുമ്പോൾ, ഈ ഇത്രയും പ്രൊഡക്റ്റിലേക്ക് ഒരു 9,000-ൽ പരം പ്രൊഡക്റ്റിൽ നിന്ന് നമ്മുടെ ആർസിഎം എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെ ഒന്നുമല്ല, അതിന്റെ പവർ അത്രയ്ക്കുമുണ്ട്. ആ പവർ കൊണ്ട് മാത്രമാണ് ഇന്ന് നമ്മുടെ ഈ ആർസിഎം ഇവിടെ എത്തി നിൽക്കുന്നത്. ഞാൻ കമ്പനി കണ്ട വ്യക്തിയാണ്, എനിക്ക് നെഞ്ചോട് ചേർത്ത് പറയാം, ഈ പ്രസ്ഥാനം ഒരിക്കലും നമ്മൾ വിട്ടുപോകുകയില്ല. അഥവാ നമ്മൾ വിട്ടുപോകുന്നത് നമ്മളാണ് വിട്ടുപോകുന്നത്, നമ്മൾ വിട്ടുപോകുകയില്ല. അതിന് മാത്രം ഡിപ്പോകളും ഷോപ്പുകളും വണ്ടർവേഡുകളും ഡിസ്പ്ലേ വാളുകളും ഉള്ള ഒരേ ഒരു പ്രസ്ഥാനം ഇന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ അത് ആർസിഎം മാത്രമാണ്. ആർസിഎം എന്ന ഒരൊറ്റ പ്രസ്ഥാനമാണ്. ഇനി ഈ ലോകത്തിൽ ഒരു പ്രസ്ഥാനവും ഇനി ഇവിടേക്ക് വരാനുമില്ല. നമ്മൾ ഇതിലൂടെ ജീവിച്ചു കൊണ്ടേയിരിക്കുക, നമ്മുടെ ശ്വാസം നിൽക്കുന്നത് വരെ നമുക്ക് ജീവിച്ചു. അത് കഴിയുമ്പോൾ നമ്മുടെ മക്കളെ ഏറ്റെടുത്തുകൊള്ളുന്നത്, നമ്മളെ കണ്ടാണ് അവർ വളരുന്നത്. അവർക്കറിയാം ഇത് വളരുന്ന പ്രസ്ഥാനം നമ്മുടെ അച്ഛനും അമ്മയും എന്തിൽ നിന്നാണ് തുടങ്ങിയതെന്ന് അവർ കണ്ട് ജീവിക്കുന്നത് കൊണ്ട് അവർക്കറിയാം ആർസിഎം എന്ന പ്രസ്ഥാനം ഒരിക്കലും നിൽക്കുകയില്ല എന്ന്, നിലയ്ക്കുകയില്ല എന്ന്. അപ്പൊ ഇത്രയും നല്ലൊരു പ്രസ്ഥാനത്തിലാണ് നമ്മൾ വന്നു ചേർന്നിരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു പുതിയ വ്യക്തി ഉണ്ടെങ്കിൽ ഞാൻ അവരോട് പറയുകയാണ്, നിങ്ങൾ ഇതിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. ഈ ആർസിഎം നമുക്കുള്ളതാണ്, ഇത് നമ്മൾ ഇതിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. ഇതിലൂടെയാണ് നമ്മുടെ ഓരോ വിജയവും നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ. നിങ്ങൾക്ക് എത്ര വലിയ ലക്ഷ്യങ്ങളുണ്ടോ ആ ലക്ഷ്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കുക. എഴുതി വെക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ദിവസവും അതിനെ വായിക്കുന്ന ദിവസവും അതിനെ വിഷ്വലൈസ് ചെയ്യുക. ആ വിഷ്വലൈസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയണം. നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ നിങ്ങളുടെ എന്താണോ നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് നിങ്ങൾ അതിനെ കാണാനായിട്ട് സാധിക്കണം. അങ്ങനെ ഒരു കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പറഞ്ഞല്ലോ, എന്റെ സ്വപ്നം എന്ന്. എനിക്ക് സ്വന്തമായിട്ട് ഒരു കാറ് വാങ്ങിയിട്ട് ആ കാറിൽ ഡ്രൈവ് ചെയ്ത് പോകണം. ആ കാർ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ആ കാറിൽ ഇരിക്കുന്ന എന്റെ ഡ്രസ്സ് ജീൻസ് കളറ് ബ്ലാക്ക് കളർ ജീൻസ്, ബ്ലാക്ക് ജീൻസും അതിൽ നല്ല രീതിയിൽ മേക്കപ്പ് ഇട്ട് നല്ല രീതിയിൽ മുടിയൊക്കെ ക്രോപ്പ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ എന്നെ കണ്ടിരിക്കുന്നത്. ഞാൻ എന്നും കാണുന്ന ഒരു സ്വപ്നമാണത്. അത് ഞാൻ ഇതിലൂടെ തന്നെ നടത്തിയിരിക്കും എന്നുള്ള ഒറ്റ ഒരു വിജയം മാത്രമുള്ളൂ. അതാണ് ഞാൻ ഇന്ന് എന്നെ മുന്നോട്ട്, അതിനോടെല്ലാം ഒപ്പം സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്റെ കൂടെ എല്ലാമായിട്ട് എന്റെ കൂടെ എന്റെ സുഭാഷ് സാറുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളെ കൈപിടിച്ച് മുകളിലേക്ക് ഉയർത്താനായിട്ട് ഞങ്ങളുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള സുരാഗ് സാർ, സുമ മാഡം, ഗീതാ മാഡം, എന്തിനും ഏതിനും ഓരോ സമയം വിളിച്ചാലും എന്തിനൊരു നമുക്ക് എന്തോ സംശയമുണ്ടെങ്കിൽ അത് നിവർത്തി തരാനായിട്ടുള്ള ഗ്രേറ്റ് ലീഡേഴ്സ് ഉണ്ട്. എന്തിനും ഏതിനും നമുക്ക് ഒരു സംശയമുണ്ടെങ്കിൽ നമുക്ക് അതിലൊരു
സംശയങ്ങൾക്ക് നിവൃത്തി തരാനായിട്ട് നമ്മുടെ ക്വീസോൾ ക്ലാസ്സുകൾ നമ്മൾ കുമ്പടിഞ്ഞ മക്കളിൽ നടത്തുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ബിജു സാർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാർ അമറാട് സജീവ് സാർ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കണം. അവരുടെ ഒരു ഹഗ് മതിയിലോ നമുക്ക് മുന്നോട്ടേക്ക് വിജയിച്ചു നിൽക്കുന്ന ലീഡേഴ്സ് ഉള്ള ഒരേ ഒരു പ്രസ്ഥാനം അത് ഞങ്ങളുടെ മുമ്പിൽ തന്നെ കൊമ്പടിഞ്ഞ മക്കളിലുണ്ട്. നമുക്ക് എപ്പോൾ ഏതൊരു നിമിഷം വേണമെങ്കിൽ ആ ലീഡേഴ്സിനെ നമുക്ക് അവിടെ ചെന്നാൽ, നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അവരവിടെ ഉണ്ടെങ്കിൽ അവരിൽ നിന്നും ഒരു ഹഗ് അല്ലെങ്കിൽ അവരിൽ നിന്നും ഒരു വാക്ക്, അത് മതി നമുക്ക് നമ്മുടെ മുന്നോട്ടേക്കുള്ള ജീവിതം നയിക്കാനായിട്ടും ഇതിലൂടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ടും നമുക്ക് സാധിക്കും. അപ്പൊ അത്തരത്തിലൊരു പ്രസ്ഥാനത്തിലാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലൊരു പ്രസ്ഥാനത്തിലേക്ക് എന്നെ കൈപിടിച്ചു കൊണ്ടുവന്ന എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനും, ഞങ്ങളുടെ ഒപ്പം വിജയിക്കാനായിട്ട് ഞങ്ങളുടെ കൈകളിലേക്ക് കോർത്തു പിടിച്ചിരിക്കുന്ന എല്ലാ ലീഡേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ആർ സി എം, ജയ് കിസോ.